നല്ല തിരക്കിലാണ്. ഞാനിപ്പോഴും ദുബായിലാണ് ജോലി തിരക്കുമായിട്ട് ഞാൻ നല്ല അടിപൊളിയായിട്ട് പോകുന്നു. ദൈവം സഹായിച്ച് എന്താ പറയുക, സാമ്പത്തികമായിട്ട് നല്ല രീതിയിൽ ഇപ്പം മുന്നോട്ട് പോകുന്നുണ്ട്. ഒരുപാട് താങ്ക് യു സോ മച്ച്. എന്നെ സ്നേഹിക്കുന്നവർക്ക് ഒത്തിരി നന്ദി. പിന്നെ ഇനിയും വരുന്ന വിവാദങ്ങളും ഇപ്പം വരുന്ന വിവാദം പറ്റി ഒരുപാട് ന്യൂസുകൾ ഇറങ്ങാം. ഇപ്പൊ പറയാൻ ഈ ഒരു പെണ്ണിനെ കയറി പീഡിപ്പിച്ചെന്ന് വേണമെങ്കിൽ വരാം ന്യൂസുകളൊക്കെ. ഫ്രസ്ട്രേഷൻ എന്റെ മാനസികാവസ്ഥയ്ക്കും കാരണം. നീ ഒരുത്തിയാണ് എന്റെ കുടുംബത്തിൽ കയറി കളിച്ചത്. നീ ഒരുത്തി മക്കളെ തമ്മി തല്ലിച്ച്, മക്കളെ അമ്മയും തമ്മി തല്ലിച്ച് നീ 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 ആസ്വദിക്കുന്നുണ്ടല്ലോ ഇപ്പൊ. നീ ആസ്വദിക്കടി. നീ ഒരു കുടുംബത്തിൽ കയറി നീ ആ കുടുംബങ്ങൾ തമ്മിൽ ഇല്ലാതാക്കിയിട്ട് എന്റെ ഫാമിലിയെയും മറ്റേ ഫാമിലിയെയും തമ്മിൽ അടുപ്പിച്ച്, മക്കളെയും തമ്മിൽ അടുപ്പിച്ച് നീ ഗുണം പിടി. ഹായ്, നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ വീട്ടിലേക്ക് സ്വാഗതം കിട്ടുന്നേ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ, കിച്ചു കഴിഞ്ഞ ദിവസം ലൈവ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലൈവ് വന്നപ്പോൾ കിച്ചു കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കിച്ചു പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് ഇന്നൊന്ന് റിയാക്ട് ചെയ്യാനായിട്ട് എടുത്തേക്കുന്നത്. അപ്പം കിച്ചു പറയുന്ന കാര്യങ്ങൾ ഒരുപാട് തവണ ഷബീന ബീബി ഇഷ്ടമുള്ളവരുണ്ട്, ഇഷ്ടമില്ലാത്തവരുമുണ്ട്. കാര്യം വെച്ചാൽ രേണു പറയുന്നില്ല തന്നെ, രേണുവിനോട് ഇഷ്ടമില്ലാത്തവർക്കെല്ലാം ഷബീന ബീബി പറയുന്ന ചീത്തവിളി എല്ലാം ഇഷ്ടമാണ്. പക്ഷേ എനിക്ക് അവരോട് പിണക്കമൊന്നുമില്ല, ഇഷ്ടമൊക്കെയാണ്. പക്ഷേ ചില സമയത്ത് ചീത്തവിളി പരിധി വിടുമ്പോഴത്തേക്ക് എനിക്ക് തോന്നാറുണ്ട് ഇങ്ങനെ പറയണ്ട, ഇത്രയും വേണ്ട എന്ന് തോന്നാറുണ്ട്. പക്ഷേ അതൊക്കെ അവർ തമ്മിലുള്ള കാര്യങ്ങൾ, അതിലൊന്നും ഞാനൊരു അഭിപ്രായം പറയാൻ നിൽക്കുന്നില്ല. പിന്നെ പറയാൻ വന്ന കാര്യം വെച്ചാൽ, ഷബീന ബീബിയാണ് കാരണം കിച്ചുവിനെ പറഞ്ഞ് തിരിപ്പിച്ചാണ് ഇവർക്ക്. ഒരിക്കലുമല്ല കേട്ടോ, ആ ഒരു കാര്യത്തിൽ അവരെ ഞാൻ ഒരിക്കലും അവർക്കെതിരായിട്ട് ഞാൻ സംസാരിക്കുന്ന ഒരു കാര്യം, അവർ പറയുന്ന കാര്യം സത്യമാണ്. അവർ കിച്ചുവിനെ കാണാൻ പോയത് ഈ ഒരു കിച്ചു വീഡിയോ ഇട്ടതിന് ശേഷമാണ് പോയത്, അല്ലാതെ അതിന് മുന്നേ കിച്ചു ഇന്നത്തെ ലൈവിൽ കാര്യം പറഞ്ഞു. അപ്പോൾ കിച്ചു ഇങ്ങനെ ലൈവ് വരാൻ വന്നൊരു കാരണം എന്താണെന്ന് ചോദിച്ചാൽ, കിച്ചു ഇതിന് മുന്നേ പറഞ്ഞ ആ കാര്യങ്ങൾ വീഡിയോ വന്നിട്ട് കഴിയുമ്പോഴത്തേക്ക് ഒരുപാട് പേര് കിച്ചുവിൻ്റെ ഇൻസ്റ്റയിലും ബിയിലും ഒക്കെ ആയിട്ട് ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു, മോനെ നിനക്ക് സുഖമാണോ, നീ ഇപ്പം നോർമലാണോ, നീ ഓക്കെ ആണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. നീൻ്റെ വിഷമങ്ങൾ ഞങ്ങളോട് പറയുന്നത് ഒത്തിരി പേര്, പൈസ കൊടുത്ത് സഹായിക്കാനായിട്ടാണെങ്കിലും വിദ്യാഭ്യാസം അവിടെയും കിടക്കാൻ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനും ഒക്കെ പറഞ്ഞ് ഒരുപാട് ആൾക്കാർ കിച്ചുവിനെ നല്ലപോലെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം ഈ ഒരുപാട് കമൻറ്റ് കഴിയുമ്പോൾ അതിന് എല്ലാത്തിനും പോയി ഒരേ റിപ്ലൈ ആയിരിക്കണമല്ലോ കൊടുക്കുന്നത്. ആ ഒരേ റിപ്ലൈ കൊടുക്കുന്നതിനേക്കാൾ നല്ലതായിട്ട് കിച്ചുവിന് തന്നെയല്ല അത്രയും റിപ്ലൈ കൊടുത്തിരുമ്പോഴത്തേക്ക് എത്തണം നമ്മൾ മടുക്കും. അങ്ങനെയുള്ള കാര്യങ്ങൾ വന്നുകൊണ്ടാണ് കിച്ചുവിനെ ഇത് ലൈവിൽ വന്ന് എല്ലാവരോടും ഒരു നന്ദി പറയാം എന്നുള്ളതിനാണ് കിച്ചു വന്നത്. കിച്ചു ഓക്കെ ആണെന്നും കിച്ചുവിന് പ്രശ്നങ്ങളൊന്നും ഇല്ലെന്നും കിച്ചു കൊല്ലത്ത് നിൽക്കുന്നതെന്നും അവിടെ ഹാപ്പിയാണെന്നും എല്ലാം അതാന്ന് തന്നെ കിച്ചു പറയുന്നുണ്ടായിരുന്നു, അവിടെ ഹാപ്പി ആയിട്ടാണ് നിൽക്കുന്നതെന്ന്. അപ്പം ആ ഒരു കാര്യങ്ങളാണ്. എന്നെ ആണെങ്കിലും കിച്ചു ഒരു വീഡിയോ ഇട്ടാലും നെഗറ്റീവും പോസിറ്റീവായിട്ട് ഒരുപാട് ആൾക്കാർ നിന്നിട്ടുണ്ടാവും. കൂടുതലും കുറേ ആൾക്കാർക്ക് കൊട്ടേഷൻ കൊടുത്തിറക്കിയേക്കുന്ന മാതിരിയാണ് കിച്ചുവിനെതിരെ നെഗറ്റീവ് പറയുന്നത്. നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കി വെച്ച് പറയുന്നതും മനസ്സിലാക്കാതെ പറയുന്നതും നമുക്ക് കേൾക്കുമ്പോൾ മനസ്സിലാകും. നമ്മളിപ്പോൾ ഒരാൾ നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കി തന്ന് അവർക്ക് സപ്പോർട്ടായിട്ട് സംസാരിക്കണം എന്നും പറഞ്ഞ് നമ്മളെ ഒരാൾ വിടുന്നതും, അതല്ലാതെ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വന്ന് സംസാരിക്കുന്നത് നമുക്ക് മനസ്സിലാകും. അങ്ങനെയാണ് കൂടുതൽ. ഒത്തിരി നമ്മൾ ഇൻസ്റ്റയിലാണെങ്കിലും കിച്ചു ഒറ്റയൊരു വീഡിയോ ഇട്ടുള്ളൂ. ആ ഒരു ഒറ്റ വീഡിയോയ്ക്ക് ശേഷം രേണുവിൻ്റെ വക ഒരു വശത്ത്, പിന്നെ രേണുവിൻ്റെ ആരാധകരുടെ ഒരു വശത്ത്, പിന്നെ രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ ആൾക്കാരുടെ വശത്ത്, കമൻറ്റിലൂടെ വരുന്നൊരു കോമള ചേച്ചി എൻ്റെ പോലോ അവരാണ് ഫെയിം ആയത്. സത്യം പറഞ്ഞാൽ റിയാക്ഷൻ മീഡിയക്കാരോ രേണുവോ ആരുമല്ല ഫെയിം ആയിരിക്കുന്നത്, ഈ കോമള ചേച്ചിയാണ് ഫെയിമായിട്ട് നിൽക്കുന്നത്. അപ്പം നമുക്ക് ആദ്യം തന്നെ കിച്ചു പറയുന്ന കുറച്ച് കാര്യങ്ങളൊന്ന് കേൾക്കാവേ. വേറൊന്നും പറയാനായിട്ട് വന്നതല്ല. എനിക്ക് ഭയങ്കരമായിട്ട് കോളും മെസ്സേജും സംഭവം മനസ്സിലാവുന്നുണ്ട്. ഭയങ്കര സ്നേഹമുള്ളതുകൊണ്ടാണ് ഞാൻ ഓക്കെയാണ്. വേറൊരു പ്രശ്നമൊന്നുമില്ല എനിക്ക്. ഞാൻ എൻ്റെ കുറച്ച് പണ്ടത്തെ കാര്യങ്ങൾ കുറച്ച് പറഞ്ഞതേ ഉള്ളൂ. ഇത് മിക്കവരും കണ്ടിട്ടുണ്ടായിരിക്കും ലൈവ്, എങ്കിലും ഞാനത് വീണ്ടും എടുത്തില്ലെന്ന് വെച്ചാൽ, അത് കിച്ചു പറയുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്കറിയാം ഒരിക്കലും കിച്ചുവിനെ കൊണ്ട് പറയിപ്പിച്ചല്ല എന്നുള്ള കാര്യങ്ങളൊക്കെ. ഒരുപാട് വീഡിയോസ് ഉണ്ട്, ഞാൻ കുറേ വീഡിയോസ് ഒക്കെ റിയാക്ട് ചെയ്യണമെന്ന് വിചാരിച്ചാണ്, സമയം കിട്ടാത്തതുകൊണ്ടാണ്. അത് ഈ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് വെക്കുന്ന എങ്ങനെയൊക്കെയാണ് നമുക്ക് അവർക്ക് ഇതെങ്ങനെയൊക്കെ ഇവർക്ക് ഇങ്ങനെ പറയും. പിന്നെ ഒരു കാര്യം ഇടി പറഞ്ഞു വരുന്നത് മൊത്തം വിവരക്കേടാണെന്നുള്ളതാണ്. അതുപോലെ ഈ ഒരു കൊച്ച് ഇതിന് ഇത്രയും നാളും ഇത് പറയാതിരുന്ന പറഞ്ഞല്ലോ എന്ന് ഓർത്താണ് പലരും ഇതിനോട് സ്നേഹവും കാര്യവും. ഇത്രയും നാളിത് ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് നടന്നല്ലോ ഈ വിഷമം. പക്ഷേ കുറച്ച് പേര് ചോദിക്കും, നീ ഇതിപ്പോൾ എന്നാത്തിന് പറഞ്ഞു, നീ ഇപ്പോഴും പിന്നെ എപ്പോഴാണ് ഇനി കിച്ചുവിന് പറയാനുള്ള അവസരം? ഇപ്പോഴാണ് കറക്റ്റ് അവസരം. കാര്യം എന്നാന്ന് വെച്ചാൽ കിച്ചുവിനെ എല്ലാവരും വന്ന് ചീത്തവിളിയാണ്. രേണു കാണിക്കുന്ന എല്ലാ തോന്നിവാസങ്ങൾക്കും ഒരു 40% ചീത്തവിളി കേൾക്കുന്ന രേണുവിൻ്റെ അപ്പനും അമ്മയും പോലും അല്ല, കിച്ചുവാണ്. കിച്ചുവിനെയാണ് പറയുന്നത്, ഈ 21 വയസ്സൊന്നും ചെറുക്കനല്ലടാ, നിനക്ക് നാണമില്ലടാ, നിനക്ക് മനുഷ്യരുടെ മുഖത്ത് വെക്കാൻ നാണമില്ലടാ, നിന്റെ തള്ള കിടന്ന് കാണിക്കുന്ന കണ്ടില്ല, അതുപോലുള്ള വൃത്തികേടുകളാണ് കിച്ചുന്നത്. ഞാൻ ഒത്തിരി കമൻറ്റുകൾ കണ്ടു, ഞാൻ ഇതെല്ലാം ചിന്തിച്ചിട്ടുണ്ട്. ഈ കൊച്ചു പറഞ്ഞാൽ നിൽക്കുന്നതാണോ രേണു അന്നേരം? ഒരിക്കലും അല്ല. രേണു ആര് പറഞ്ഞാൽ അനുസരിക്കുന്ന ഒരു വ്യക്തിയല്ല. പിന്നെ ഈ കൊച്ചെന്നാ പറയാനായിട്ടാ, ഇത് കേട്ട് മടുത്ത് കഴിഞ്ഞപ്പോഴായിരിക്കും ഒരുപക്ഷെ ഇതിൻ്റെ ലൈഫ് സ്റ്റോറി പറയാമെന്ന് പറഞ്ഞ് ഇത് വന്ന്. കാര്യം ഏകദേശം ആൾക്കാർക്ക് അപ്പോൾ കാര്യം മനസ്സിലാവുമല്ലോ ഈ കൊച്ചു നീന്തൽ രേണു നിൽക്കില്ലെന്നുള്ളത്. അതിനുവേണ്ടിയാണ് അത് വന്ന് അതിൻ്റെ അഭിപ്രായ കാര്യങ്ങൾ അതിൻ്റെ പ്രശ്നങ്ങളും എല്ലാം ഒന്ന് പറയും. ലാസ്റ്റ് അത് ഇപ്പോഴും മയക്കുമരുന്ന് കഴിക്കുന്ന ആളായി, ഭയങ്കര ഇപ്പം മദ്യപാനിയായി, ഇപ്പോഴും മദ്യപിച്ചിരുന്ന് പറയുന്നു. അങ്ങനെ വരെ അങ്ങോട്ടാക്കി. എന്നെ എഴുതി കേൾക്കുമ്പോൾ നമുക്കറിയാം ഒരിക്കലും ഷബീന ബീബി എന്ന് പറഞ്ഞ വ്യക്തി ചെന്ന് കിച്ചുവിനെ കൊണ്ട് പറയിപ്പിച്ചല്ല എന്ന് കിച്ചുവിൻ്റെ വായും തന്നെ വരും. കാര്യം കിച്ചു കൊച്ചൊന്നും അല്ലെന്നേ. കിച്ചുവിന് 10-21 വയസ്സുണ്ട്. കാര്യം ഷബീന ബീബി പൈസ കൊടുത്ത് പറയിപ്പിച്ചെന്ന് പറഞ്ഞാൽ
എല്ലാ മാസവും ഒന്നിക്കൊന്നിനാണ് വെച്ച് പൈസ ഇട്ട് കൊടുക്കുന്ന അമ്മയേക്കാൾ വലുതാണോ വേറെ ഒരാൾ? അവരെത്ര ദിവസം കൊടുക്കും? കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ. പണ്ടത്തെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞതേ ഉള്ളൂ. ഇപ്പൊ ഇറങ്ങുന്ന ന്യൂസും കാര്യങ്ങളും ഒന്നും എന്നെ എഫക്ട് ചെയ്യുന്ന ഒരു കാര്യമല്ല. ഇത് ഞാൻ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് തോന്നുന്നു. എനിക്ക് പറയുള്ളൂ. ഞാൻ ഓക്കെ ആണെന്ന് എനിക്ക് പറയണമെന്നുണ്ടായിരുന്നു. കാരണം എനിക്ക് ഭയങ്കരമായിട്ട് കോളും മെസ്സേജും എല്ലാവരും എനിക്ക് ഇൻസ്റ്റയിലാണെങ്കിലും ഭയങ്കരമായിട്ട് മെസ്സേജ് വരുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് ഇങ്ങനെ ഒരു ലൈവിൽ വന്ന് പറയാമെന്ന്. ഇപ്പോൾ മനസ്സിലായി കാണുമല്ലോ കിച്ചു പറഞ്ഞത് കിച്ചുവിൻ്റെ സ്വന്തം മനസ്സായിട്ട് പറഞ്ഞതാന്നുള്ളത്. എല്ലാവർക്കും കാര്യങ്ങൾ മനസ്സിലായി കാണും. ഈ പറയുന്നതിൽ ആ ഒരു വീഡിയോയിൽ സത്യം പറഞ്ഞാൽ കിച്ചുവിൻ്റെ കാര്യങ്ങൾ പറയുന്നതേ ഉള്ളൂ. രേണുവിനെ കിച്ചു മോശക്കാരിയാക്കി ഒന്നും പറഞ്ഞിട്ടില്ല. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. ആ രണ്ടാമത് വന്നവരും അത് തന്നെയാണ് കാണിച്ചത്. പിന്നെ ഈ എല്ലാവരും പറയുന്നു കിച്ചുവിൻ്റെ അമ്മയെ കിച്ചുവിനെ നോക്കിയിട്ടില്ല. നമ്മുടെ അല്ല അവരുടെ പേര് വീണ എന്ന് പറഞ്ഞാൽ അവർ പറയുന്നുണ്ടല്ലോ, കിച്ചുവിന് ആ ശാലിനി എന്ന് പറഞ്ഞൊരു സൈക്കിൾ മേടിച്ചുകൊണ്ട് കൊടുക്കുകയും അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് ഈ കൊച്ചിനെ കാണാൻ വരുന്ന സമയത്ത് വീണ ഭയങ്കരമായിട്ട് വിഷയം ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. കൊച്ചിനെ കാണാൻ വരാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് അവരുമായിട്ട് ഇനി ബന്ധമൊന്നും പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട്. സത്യം പറഞ്ഞാൽ എന്നതാണ് ആ കൊച്ചു പ്രായത്തിലെ കൊച്ചു ചെയ്യേണ്ടത്? അമ്മ കാണാൻ വന്നാൽ കുഴപ്പം, അമ്മ കാണാൻ വന്നില്ലേ കുഴപ്പം, എല്ലാം കുഴപ്പം. ഒക്കെയാണ്, വേറെ പ്രശ്നമൊന്നുമില്ല. ഈ വരുന്ന ന്യൂസുകളും കാര്യങ്ങളൊന്നും എന്നെ ബാധിക്കുന്ന ഒരു കാര്യമല്ല. ഞാൻ പറയേണ്ട കാര്യങ്ങൾ ഞാൻ നല്ലപോലെ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു എല്ലാവർക്കും. ഞാൻ കണ്ടിട്ട് മനസ്സിലായിട്ടുണ്ട് എല്ലാവർക്കും. ഇപ്പം പറഞ്ഞുകൊണ്ട് ഇനിയിപ്പം കുറെ അത് തന്നെ പറഞ്ഞത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടായിരിക്കും തോന്നുന്നു. മനസ്സിലാക്കേണ്ടിയാണ് പ്രതികരണങ്ങൾ ഇത്രയും ശക്തമായത്. ഭയങ്കരമായിട്ടും ഇത് രേണുവിനെ ഓരോരുത്തർ പറയുന്നെന്ന് പറഞ്ഞാൽ അതിനൊക്കെ മേലെയാണ്. രേണു വന്ന് ആ ഒരു കരച്ചിൽ ഒരു അഭിനയം നടത്തി. പിന്നെ എനിക്കറിയാൻ മേല ആ കൊച്ചു പൊട്ടിക്കരയുന്ന സഹിക്കാൻ മേലാതാണ് ആൾക്കാർ വന്നിരിക്കുന്നത്. ആൾക്കാർക്ക് വിഷമം. ഒരുപാട് ന്യൂസുകൾ ഇറങ്ങാം. ഇപ്പൊ പറയാൻ ഈ ഒരു പെണ്ണിനെ കയറി പീഡിപ്പിച്ചെന്ന് വേണമെങ്കിൽ വരാം ന്യൂസുകളൊക്കെ. കേട്ടല്ലോ, ഇത് എനിക്കും തോന്നിയിട്ടുണ്ട് കേട്ടോ. ഈ കൊച്ചിനെ രേണു ആദ്യം കരഞ്ഞ് പിഴിഞ്ഞൊക്കെ വന്ന രേണു ആളാകെ മാറി. ശരിക്കും മാറി. രേണു ഇതൊന്നും എന്നെ ബാധിക്കുന്നില്ല. അതായത് രേണു നാട്ടിൽ വന്നിട്ട് എന്തൊക്കെയോ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, എന്നതൊക്കെയുണ്ട്. ഈ ഒരു കൊച്ചിനെ എത്രമാത്രം ഇനി അടിച്ച് താക്കും എന്നുള്ളത് ചിലപ്പം ഇത്രയും പേര് റിയാക്ട് ചെയ്യുന്നതുകൊണ്ട് ചിലപ്പോൾ പുള്ളിക്കാരി ഒന്ന് പതുങ്ങി നിൽക്കുമായിരിക്കും. പക്ഷേ നിങ്ങൾ ആരും കാണുന്ന ഒരു വ്യക്തിയല്ല രേണു പാവമല്ല. രേണു ഇതിനൊക്കെ അപ്പുറമാണ്. രേണു എന്ന് പറയുന്ന വ്യക്തി ആ കൊച്ചു പറഞ്ഞു കേട്ടോ, അത് മുൻകൂട്ടി ആരെങ്കിലും ഇതിന് എവിടുന്നേലും ഒരു സൂചന കൊടുക്കാതെ പറയത്തില്ല ഇങ്ങനെ ഒരു കാര്യം. പിന്നെ വേറെ കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോഴുള്ളൊരു ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു പുരുഷനെ അവനെ മോശക്കാരനാക്കാനും അവനെ പിടിച്ചകത്തിടാനും അവനൊരു ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാനും പറ്റിയ ഒരു മാർഗം എന്ന് പറഞ്ഞാൽ ഒരു പെണ്ണ് കേസാണ്. കാര്യം പെണ്ണ് പറയുന്നിടത്തെ ആ നിയമം നിൽക്കുകയുള്ളൂ. അതിപ്പോൾ അവൻ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിലും അവനെ അങ്ങനെ ക്രൂശിക്കാനായിട്ടാണ് ആ ഒരു പെണ്ണ് കേസ് മതി. അത് ഈ ഒരു 18 വയസ്സ് കഴിഞ്ഞൊരു കൊച്ചാണെങ്കിൽ പോലും 18 വയസ്സ് കഴിയാത്തൊരു കൊച്ചാണെങ്കിൽ പോലും ആണാണോ ഒരു പെണ്ണ് കേസ് മതി അവനെ കുരിശിക്കറ്റാനായിട്ട്. അതെല്ലാ പെണ്ണുങ്ങളുടെയും കയ്യിലൊരു ആയുധമാണ്. നമുക്ക് അതിനുള്ള നോക്കാം, എന്നതാകും എന്നുള്ളത് നോക്കാം. എന്നതേലും ഒരു സൂചന കിട്ടിയതുകൊണ്ടായിരിക്കില്ല അത് വന്ന് മുൻകൂർ ജാമ്യം മാതിരി എടുത്ത കാര്യം വെച്ചാൽ അതിനെ മനസ്സിലാക്കുന്ന കുറച്ച് പേരെങ്കിലും ഉണ്ട്, അതിനെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് പേരെങ്കിലും ഉണ്ട്. അവരെ കൂടെ ഇതിൽ നിന്നും പിന്തിരിപ്പിക്കുക. ഒരു പെണ്ണ് കേസ് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമ്മൾ ഓർക്കും, ഈ ചെറുക്കൻ ഇങ്ങനത്തെക്കാരനാണോ, അല്ലെ ഇവള് അതുകൊണ്ടാണോ ഇവൻ്റെ അമ്മയെ കുറ്റം പറയും എന്നതേലുമൊക്കെ ഇപ്പം തന്നെ ഇതിനെ വിഷപ്പാമ്പെന്ന് വരെ ആൾക്കാർ വിളിക്കുന്നുണ്ട്. ഈ വിഷപ്പാമ്പ് ഒരു ഭയങ്കരം, അത് നമുക്ക് മനസ്സിലാകും. ആ കമൻറ്റിലൂടെ വരുന്ന കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും അത് എവിടെ നിന്നാണ് അതിൻ്റെ ഉത്ഭവം എന്ന് നമുക്ക് മനസ്സിലാകും. കാര്യം അത് ഉപയോഗിച്ചവരും പറഞ്ഞവരും ഒക്കെ ഒരുപാടുണ്ട്. അതുകൊണ്ട് ഞാൻ അതിനൊന്നും മൈൻഡ് ചെയ്യത്തില്ല. ഞാൻ ആ പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായെന്ന് തോന്നുന്നു. ഒരു പാസ്റ്റ് ആയിരുന്നു എൻ്റെ അത്. ഞാൻ ഒക്കെ ആയിട്ട് നിൽക്കുകയാണ് ഇപ്പം. ഹാപ്പിയാണ്, കുഴപ്പമൊന്നുമില്ല. കൊല്ലത്തെ വീട്ടാടൊപ്പം നിൽക്കുക. ഞാനൊരു വലിയ റെസ്പോൺസ് കിട്ടുമെന്ന് പോലും ഞാൻ വിചാരിച്ചിരുന്നില്ല ഇങ്ങനത്തെ കാര്യങ്ങൾ പറയുമ്പം. എല്ലാവർക്കും വളരെ നന്ദി. കുറെ പേര് സപ്പോർട്ട് ചെയ്യാനുണ്ട് എന്നെ. അതൊക്കെ മതി എനിക്ക്. ആ സപ്പോർട്ടൊക്കെ മതി. ഇതൊക്കെ ഒന്ന് പറയണമെന്നുണ്ടായിരുന്നു. വേറെ വിശേഷങ്ങളൊന്നും പറയാനായിട്ട് വന്നില്ല ഞാൻ. ഇങ്ങനെ അമ്മേനെ മാത്രം ഫോക്കസ് ചെയ്യല്ല, എന്റെ മൊത്തം കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. കറക്റ്റ്, അമ്മയെ മാത്രം ഫോക്കസ് ചെയ്തതല്ല, ഞാൻ മൊത്തമായിട്ടൊരു കാര്യമാണ് പറഞ്ഞെന്ന് പറയുന്നു. ആ കൊച്ച് അനുഭവിച്ച കാര്യമാണ്. പിന്നെ അതിൽ ആ കൊച്ച് ശാലിനിയാണ് എൻ്റെ സ്വന്തം അമ്മ എന്ന് പറഞ്ഞു. പിന്നെ വീണേനെ ആ കൊച്ച് അമ്മയെന്ന് പോലും വിളിച്ചിട്ടില്ല, പേര് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ.
രേണുവിനെ അമ്മ എന്ന് മാത്രമാണ് കൊച്ചു പറഞ്ഞത്. അതിന് എപ്പോഴേലുമൊക്കെ രേണു അതിനെ സ്നേഹിച്ചിട്ടുണ്ടായിരിക്കും. ആ സ്നേഹിച്ചതിൻ്റെ ആയിരിക്കും അതൊരു പക്ഷേ ആ ഒരു മനസ്സിൽ ആ ഒരു അമ്മ എന്നുള്ള സ്ഥാനം അതെപ്പോഴും കൊടുക്കുന്നത്. അതുകൊണ്ടായിരിക്കും അത് ഇങ്ങനൊരു വീഡിയോ ചെയ്യാൻ തന്നെ കാരണം എന്നാണ് എനിക്ക് തോന്നുന്നത്. അതെല്ലാവരും കൂടി ആ കൊച്ചിനെ എന്നിട്ട് ഭയങ്കര അപരാധം ചെയ്ത മാതിരിയാണ് അതിനിട്ട് ക്രൂശിക്കുന്നത്. പക്ഷേ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ ഇന്നലെ ഒരു വീഡിയോയ്ക്ക് തന്നെ ഒരുപാട് പേര് സപ്പോർട്ടായിട്ടാണ് വന്നത്. ഒത്തിരി പേര് സപ്പോർട്ട്. ഞാൻ എൻ്റെ വീഡിയോയിൽ രേണുവിനോട് താല്പര്യം ഉള്ളവർ ഈ വീഡിയോ കാണണ്ടെന്ന് പറയുന്ന ദിവസങ്ങളിൽ നെഗറ്റീവ് കമൻറ്റ് ഒന്നുമില്ല. അല്ലെങ്കിൽ എവിടുന്നേലും വരും നെഗറ്റീവ് കമൻറ്റ് കൊണ്ട് ആരെങ്കിലുമൊക്കെ. അതുപോലെ തന്നെ ഇതിനിപ്പം കിച്ചു പറഞ്ഞ കാര്യങ്ങളെല്ലാം അവിടെ നിൽക്കുന്നു. രേണു ഷെബീന ബീബി പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും. കാര്യം വെച്ചാൽ എവിടെയെങ്കിലും ചാടാനൊരു സ്ഥലം വേണ്ടേ? എവിടെയെങ്കിലും തോളിട്ടങ്ങ് ചാരി വെച്ചാലല്ലേ പറ്റുള്ളൂ. ആ സമയത്ത് തന്നെ പുള്ളിക്കാരി കൊച്ചിനെ ഒന്ന് കാണാനും പോയി. അതാണ് വരാനുള്ള വഴി തങ്ങുകയില്ല, അത്രയേ ഉള്ളൂ. പക്ഷെ അത് രേണുവിന് ഉപകാരമായി. പണ്ടാരനെ വൈദ്യം കൽപ്പിച്ചതും പാല് വൈദ്യം ഇച്ഛിച്ചത് രോഗി ഇച്ഛിച്ചതും പാല് വൈദ്യം കൽപ്പിച്ചും പാല് അങ്ങനെ പറയുന്ന മാതിരി ആയിപ്പോയി. കാര്യം രേണു ഷെബീന ബീബി അവിടെ പോയില്ലായിരുന്നെങ്കിൽ രേണുവിന് ഇത് ഒരിടോ ഇല്ലായിരുന്നതിനെ വെക്കാനായിട്ട്. അവിടെ അവർ പോയില്ലായിരുന്നെങ്കിൽ ഇത് രേണുവിന് ഒരിടത്തും ചാരാൻ പറ്റത്തില്ലായിരുന്നു. അപ്പോൾ ഇവരാരെ കുറ്റം പറയുന്നു? കിച്ചുവിൻ്റെ മാത്രമായിട്ട് കിടന്ന് കുറേ പറയുക ഇപ്പോഴും അതൊക്കെ തന്നെയാണ് പറയുന്നത്. പറഞ്ഞ് വളച്ചോടിച്ചൊക്കെ കൊണ്ടുവരുന്ന കണ്ടാണ്ടല്ലോ സിനിമക്കഥ പോലും തോറ്റുപോകും. ഇവരിറക്കിയേക്കുന്ന കുറേ ആൾക്കാർ, അത് ഇറക്കിയേക്കുന്ന ടീമൊക്കെ എൻ്റെ ദൈവമേ അധികം വരുന്നു. ഇപ്പോൾ പറയാം. എടി തീർത്താത്തെ, നീ ഒരു ഫോട്ടോ ഇട്ടിട്ട് കുരു പൊട്ടുന്നവര് പൊട്ടട്ടെ എന്ന്. നീ ആരുടെ കൂടെ ഫോട്ടോ ഇട്ടിട്ട് കുരു, ആർക്കെന്ത് കുരു പൊട്ടാനാ? നീ കുറേ കുറ്റം പറഞ്ഞോണ്ട് നടന്നതല്ലേ? എന്നിട്ട് നീ പോയി ഫോട്ടോ എടുത്ത് ഇത് ആർക്ക് കുരു പൊട്ടാനാ? എനിക്കോ? എനിക്ക് കോപ്പ് പൊട്ടും കുരു. എടി നീയല്ല, നിന്റെ തന്ത വിചാരിച്ചാലും രേണുസുധര കുരു പൊട്ടാനില്ല. മനസ്സിലായോ? ഇതൊന്നും എന്നെ ബാധിക്കുന്ന കേസേ അല്ല. നീ എന്ത് വേണേലും കാണിക്കടി മറ്റവളെ ഷെഫീന. ഇത് ഇവർ തന്തയ്ക്ക് അങ്ങോട്ട് വിളിക്കും, അവർ തിരിച്ചും വിളിക്കും. ഇവരങ്ങോട്ട് വിളിക്കാം, രണ്ടുപേരും മോശമല്ല. അതുകൊണ്ട് പിന്നെ ഇവർക്ക് ഇതൊരു മാതിരി എന്നതാ ഈ നല്ല ഈ സിനിമാ പാട്ടൊക്കെ പാടിക്കൊണ്ട് നടക്കുന്ന മാതിരിയുള്ള ഈ തന്തയ്ക്ക് വിളി എന്ന് പറഞ്ഞാൽ അതൊരു രസമാണ്. അവർക്ക് ഒരു രസമാണ്. സ്ലോ ഒക്കെ ചെല്ലുന്നാലേ അങ്ങോട്ട് തന്തയ്ക്ക് വിളിക്കുക, തിരിച്ച് ഇങ്ങോട്ട് വിളിക്കുക, അങ്ങോട്ട് അമ്മയ്ക്ക് വിളിക്കുക, ഇങ്ങോട്ട് അമ്മയ്ക്ക് വിളിക്കുക, അങ്ങോട്ട് തെറി വിളിക്കുക, ഇങ്ങോട്ട് തെറി വിളിക്കുക. അത് അവർ തമ്മിലുള്ള കാര്യമാണ്. ഈ പറയുന്നതിൻ്റെ അപ്പുറം അവരുടെ വായിന്ന് ശരിക്കും കേട്ടിട്ടുണ്ട്. ശരിക്കും നമുക്ക് രേണു കഴിഞ്ഞ് പ്രശ്നങ്ങളെല്ലാം തീർന്ന് ഒക്കെ ആയി എന്നുള്ളതിന് നമുക്ക് ഈ ഒരു വീഡിയോ കാണാൻ മനസ്സിലാവേ. ഹായ്, ഹലോ, രേണുസുധിയാണ്. അപ്പം എന്താ പറയുക, ഫോണും ഇൻസ്റ്റയും ഫേസ്ബുക്കും ഒന്നും തുറക്കാൻ പറ്റത്തില്ല. യാതൊരുവിധ ബന്ധമില്ലാത്തവരൊക്കെ വന്ന് തെറി വിളിക്കുന്നു. എനിക്കിത് സത്യം പറഞ്ഞാൽ ഇതൊക്കെ കേൾക്കുമ്പോൾ ചിരിയാണ് വരുന്നത്. എല്ലാ വിവാദങ്ങളോടുമുള്ള എനിക്ക് ഇനിയിപ്പോൾ ഒരു വിവാദങ്ങൾ ഇതിൽ കൂടുതലൊന്നും ഇനി എനിക്ക് ബാധിക്കാനില്ല. ഇനിയിപ്പോൾ എന്ത് പറഞ്ഞാലും എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും എനിക്കിതൊന്നും ബാധിക്കത്തില്ല. ഞാൻ നല്ല തിരക്കിലാണ്. ഞാനിപ്പോഴും ദുബായിലാണ്. ജോലി തിരക്കുമായിട്ട് ഞാൻ നല്ല അടിപൊളിയായിട്ട് പോകുന്നു. ദൈവം സഹായിച്ച് എന്താ പറയുക, സാമ്പത്തികമായിട്ട് നല്ല രീതിയിൽ ഇപ്പം മുന്നോട്ട് പോകുന്നുണ്ട്. ഒരുപാട് താങ്ക് യു സോ മച്ച്. എന്നെ സ്നേഹിക്കുന്നവർക്ക് ഒത്തിരി നന്ദി. പിന്നെ ഇനിയും വരുന്ന വിവാദങ്ങളോ ഇപ്പം വരുന്ന വിവാദങ്ങളൊന്നും എന്നെ ഇനിയും ബാധിക്കുന്ന പ്രശ്നമേ അല്ല. ഞാൻ നല്ല ഹാപ്പി ആയിട്ട് പോകുന്നു. സത്യം പറഞ്ഞാൽ നിങ്ങളോടൊക്കെ ഈ തെറി പറയുന്നവരോടൊക്കെ എനിക്ക് ചിരിയാണ് വരാറുള്ളത്. നിങ്ങളുമായിട്ടൊന്നും എനിക്ക് യാതൊരു ബന്ധമില്ല. പിന്നെ എന്താണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് എനിക്കറിയില്ല. പറഞ്ഞോട്ടെ, അവർക്ക് റീച്ചിന് വേണ്ടിയിട്ടായിരിക്കും. സോ ഇനിയും തൊട്ടുള്ള വിവാദങ്ങളൊന്നും എന്നെ ബാധിക്കുന്ന കേസേ അല്ല. അതുപോലെ തന്നെ എനിക്ക് വിവാദങ്ങളോട് പറയാനുള്ള മറുപടികളെല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി എനിക്ക് സോഷ്യൽ മീഡിയയിൽ വന്ന് നിങ്ങളോട് എനിക്കൊന്നും പറയാനില്ല. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ അറിയണമെങ്കിൽ ഞാൻ സോഷ്യൽ മീഡിയ വന്ന് പറയാതെ നിങ്ങൾ നേരിട്ട് വന്ന് ചോദിക്കാം, ഞാൻ നേരിട്ട് സംസാരിക്കാം. സോ ബൈ. തെറി പറയുന്നവരെല്ലാം പരിചയമില്ലാത്തവരാന്ന് പറഞ്ഞു. പിന്നെ നിങ്ങൾ ഈ പറഞ്ഞു വിടുന്നവരെല്ലാം ഈ ഓരോരുത്തരെ തെറി വിളിക്കുന്നവരുടെ മാമൻ്റെ മക്കളാണല്ലോ. പിന്നെ വരുന്നവരൊക്കെ അല്ലേ, നിങ്ങളെ പറ്റി നെഗറ്റീവ് പറയുമ്പം അവരെ ചീത്ത വിളിക്കുന്നവരൊക്കെ ഈ മാമൻ്റെ മക്കളാണല്ലോ. അയ്യോ, അതുപോലെ തന്നെ നേരിട്ട് വരുവാണ്. ഞാനിനി സോഷ്യൽ മീഡിയ വന്ന് ഇതൊന്നും പറയാനില്ല എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ഇന്ന് നിങ്ങൾക്കറിയാം, എയർപോർട്ടിൽ വന്ന് പുള്ളിക്കാരി ഇറക്കുന്ന ആ സമയത്ത് അവിടെ ക്യൂ ആയിരിക്കും നിൽക്കുന്നത്. ഇനി വായിന്ന് വരുന്നത് എന്നതൊക്കെയാണെന്നുള്ളത് എൻ്റെ കർത്താവേ, ഇതൊക്കെ നമ്മൾ സഹിക്കണമല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് ഇനി വരുന്ന കാര്യങ്ങളൊക്കെ എന്നൊക്കെ നമുക്കറിയാം. ഇത്ര സന്തോഷമാണ്. ഇതൊന്നും എന്നെ ബാധകം, എന്തൊക്കെയോ കണക്കൂട്ടലുകൊണ്ട് ആ കൊച്ചു പേടിക്കുന്നതിൽ എന്നതിലൊക്കെ കാരണം കാണും. ഇല്ലാതിരിക്കുകയല്ല, കഷ്ടമുണ്ടെന്ന് ഓർത്ത് നോക്കില്ലേ. ഇത് എന്നതാണ് ഈ കൊച്ചു കേരളത്തിൽ നടക്കുന്നത് നമ്മൾ ചിലപ്പോൾ ഓർക്കും. ഈ ഒരു നരന്ത് പോലെ ഇരിക്കുന്ന ഈ പുള്ളിക്കാരി ആ കൊച്ചു ഇത്രമാത്രം പേടിക്കണമെന്നുണ്ടെങ്കിൽ ഇത് ചെറിയ സാധനമൊന്നുമല്ല. ഇത് ഒരു ഒന്നൊന്നര ടീമാണ്. അതുകൊണ്ടാണ് ആ കൊച്ചു അത്രയും പേടിക്കുന്നത്. അത് ഇത്രയും കാലം പറയാതിരുന്നതും ഈ പേടിച്ചിട്ട് തന്നെയായിരിക്കും. എന്നതാണേലും കൊള്ളാം. പിന്നെ ഷെബീന ബീബിനെ കുറച്ച് പറയുന്നുണ്ട് കേട്ടോ. ഷെബീന ബീബി കഴിഞ്ഞ ദിവസം പുള്ളിക്കാരി എയർപോർട്ടിൽ പോകുന്ന കാര്യം അവിടെ ചെന്ന് പറഞ്ഞു. ഇവർ രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടല്ലോ, അപരാധം തന്നെയാണ് പറയുന്നത്. പറയാതിരിക്കാൻ പറ്റത്തില്ല. ഇവിടുന്ന് അങ്ങോട്ടും അതെ, അവിടുന്ന് ഇങ്ങോട്ടും അതെ. അടി ബോധിപ്പിക്കേണ്ടവരെ ബോധിപ്പിച്ചിട്ട് തന്നെയാണ് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്ലൈറ്റ് കയറി ഇറങ്ങുന്നത്. മനസ്സിലായോ? അല്ല നീ അവിടെ ഇരുന്ന് കാലും വയ്യാതെ അവിടെ ഇരുന്ന് ഇങ്ങനെ ഇരുന്ന് എഴുന്നേറ്റ് മുള്ളാൻ പോലും പോകാതെ ഇരുന്ന് പറയുന്ന പോലല്ല ഞാൻ അന്തസ്സായിട്ട് അടി അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത്. നിന്നെ ഇങ്ങനെ പറയരുതാത്തതാണ് ഞാൻ.
പക്ഷെ എൻ്റെ വായിന്ന് നീ എന്നെ അത്ര നികൃഷ്ടമായിട്ടാണ് നീ സംസാരിക്കുന്നത് എന്നെ പറ്റി. എൻ്റെ കുടുംബത്തിൽ കയറി നീ കളിച്ചു. നീ ഒരുത്തിയാണ് ഇപ്പോഴത്തെ ഈ പ്രശ്നത്തിന്, എൻ്റെ ഫ്രസ്ട്രേഷൻ, എൻ്റെ മാനസികാവസ്ഥയ്ക്കും കാരണം. നീ ഒരുത്തിയാണ് എൻ്റെ കുടുംബത്തിൽ കയറി കളിച്ചത്. നീ ഒരുത്തി മക്കളെ തമ്മി തല്ലിച്ച്, മക്കളെ അമ്മയും തമ്മി തല്ലിച്ച് നീ 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 ആസ്വദിക്കുന്നുണ്ടല്ലോ ഇപ്പൊ. നീ ആസ്വദിക്കടി. നീ ഒരു കുടുംബത്തിൽ കയറി നീ ആ കുടുംബങ്ങൾ തമ്മിൽ ഇല്ലാതാക്കിയിട്ട് എൻ്റെ ഫാമിലിയെയും മറ്റേ ഫാമിലിയെയും തമ്മിൽ അടുപ്പിച്ച്, മക്കളെയും തമ്മിൽ അടുപ്പിച്ച് നീ 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 ഗുണം പിടിക്കത്തില്ലടി ഒരിക്കലും. നീ ഗുണം പിടിക്കത്തില്ല. ഇത് കൂടുതലൊന്നും രേണുസുതിക്ക് പറയാനില്ല. നാശം പിടിച്ചവളെ. എന്നതാണ് ഇപ്പോൾ സംഭവിച്ചത്. വലിയൊരു പെരുമഴ ഒഴുകുന്നത്. ഇപ്പോഴും ഇവർ പറയുന്നത് കേട്ടോ, കിച്ചു തന്നെ പറഞ്ഞു. കിച്ചു സ്വയം പറഞ്ഞതാണ്. ഇത്രയും ഒരാൾ വന്നിച്ച് പറഞ്ഞിട്ടും വേറൊരാളെ ഇരുന്ന് പ്രാകുന്നത് കേട്ടോ. ഏക്കത്തല്ല. പിന്നെ അവരുടെ കാലിനെയൊക്കെ പറയുന്നത് മോശമാണ്. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഒരു മനുഷ്യനൊരു അംഗവൈകല്യം അല്ലെങ്കിൽ എന്നിലൊക്കെ കുറവുകൾ വരുന്നത്, അത് നമ്മൾ മറ്റൊരാൾ അങ്ങനെ കളിയാക്കാൻ പാടില്ല. അതിനിപ്പോൾ എന്നാ അവർ പറഞ്ഞെന്ന് പറഞ്ഞു, അങ്ങനെ ഒരു കാര്യത്തിൽ പറഞ്ഞ് നമ്മളവരെ ആക്ഷേപിക്കുന്ന വളരെ ഇതാണ്. ഒരു മനുഷ്യന് അംഗവൈകല്യത്തെ പറഞ്ഞ് ഇതാക്കുന്നത്. ഷെബിൻ നബി പറയുന്നുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല, അവർ പറയുന്നുണ്ട്, നല്ല വർത്താനാണ് അവർ പറയുന്നത്. എന്നാലും ഒരു മനുഷ്യന് അങ്ങനെയൊക്കെ പറയുന്നത് മോശമല്ലേ. ഇനി നമുക്ക് ഒത്തിരി പേരുണ്ട് കേട്ടോ, ഒത്തിരി പേരുണ്ട്. പക്ഷേ ഇത് ഞാനൊന്ന് റിയാക്ട് ചെയ്യണമെന്ന് വെച്ചാൽ, ഞാൻ ഇതിനു മുമ്പ് ഈ വീഡിയോ ഒന്ന് റിയാക്ട് ചെയ്തതാണ്. അതുകൊണ്ടാണ് ഇത് ഒന്ന് എടുക്കണമെന്ന് ഓർത്തത്. കാര്യം കുറേ നന്മമരങ്ങൾ, എനിക്ക് വയ്യ. ഇങ്ങനെ നന്മമരങ്ങൾ ഉണ്ടാവുമോ? ഇങ്ങനെ അങ്ങ് വന്നങ്ങ് പൂത്തൊലയുവാണ് അങ്ങ് ചെയ്യുന്നത്. എന്നാത്തിനാണോ ഇതിനെയൊക്കെ ഉണ്ടല്ലോ, നല്ല തെരണ്ടിവാലിനെ അടിച്ചോടിക്കേണ്ട സമയം കഴിഞ്ഞ് സോഷ്യൽ മീഡിയയിൽ നിന്നൊക്കെ. കാര്യം ഈ പുള്ളിക്കാരെ സപ്പോർട്ട് ചെയ്യുന്നത് ഒരു ചൊവ്വുള്ള ഒരെണ്ണത്തിനെ കണ്ടിട്ടില്ലെന്നുള്ള, ചൊവ്വുള്ള ഒരെണ്ണത്തിനെ, ചൊവ്വേന്നേരം ജീവിക്കുന്ന ഒരെണ്ണത്തിനെ പോലും കണ്ടിട്ടില്ല. നമ്മുടെ ഒരു അഭിലാഷുണ്ട്, അഭിലാഷിന്റെ വിങ്ങിപ്പൊട്ടൽ കേൾക്കാം. നമുക്ക് അത് എന്നിട്ട് ബാക്കി പറയാം. എന്തിനാ ഈ കമന്റിലൂടെയൊക്കെ വന്നിങ്ങനെ തെറി പറഞ്ഞെന്തിനാ? ആരെങ്കിലും എങ്ങനെയാണ് ജീവിച്ചു പോട്ടെ, ആവശ്യമില്ലാണ്ട്. ആ കൊച്ചു എന്നെ ചെയ്തിട്ട് ആ കൊച്ചിനെ വന്നിട്ട് ഓരോട് കമന്റും കാര്യങ്ങളും പറഞ്ഞു. നമ്മുടെയൊക്കെ ഒരു കൂടപ്പുറപ്പിനെ പോലെ രേണുസുതിനെ കാണുന്നത്. അതിൻ്റെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ താഴെ വന്നിട്ട് കുറെ തെറിയും കാര്യം. ഇവർക്കൊന്നും അമ്മയും പെങ്ങന്മാരൊന്നുമില്ലേ വന്നിങ്ങനെ തെറി പറഞ്ഞു? ഇല്ല, ഇവർക്കൊന്നും അമ്മയും പെങ്ങന്മാരും ഇല്ല. അവരൊക്കെ പാറേപ്പള്ളിയിൽ ജോർജ് കുട്ടിയുടെ ധ്യാനം കൂടാൻ പോയേക്കുവാണ്. അറിഞ്ഞില്ലായിരുന്നോ കുഞ്ഞുമോനെ? ആ വൃത്തികെട്ടവനെ, അമ്മയും പെങ്ങളും ഉണ്ടോ എന്ന് ചോദിക്കുന്ന നിന്നോട് ഞാനൊന്ന് ചോദിച്ചോട്ടെ, നിനക്ക് അമ്മയും പെങ്ങളും ഉണ്ടോ? നീ ഈ സോഷ്യൽ മീഡിയ കിടന്ന് കാണിക്കുന്ന ചെറ്റ തരത്തിനുണ്ടല്ലോ. നിന്നെ എന്നതാ പറയേണ്ടത്? നീ കമൻറ്റ് പറയുന്നവരെ തെറി വിളിക്കുന്നോ? തെറി പറയുന്നത് നിന്നെ വിളിക്കുന്നത് അറിയാതെ നീ തീർക്ക്. എന്നിട്ട് നീ രേണുസുതിക്ക് വേണ്ടി ഇങ്ങനെ കരഞ്ഞു പിടിഞ്ഞ് നടക്കുക. അത് നിനക്ക് വേണ്ടി നീ ഒന്ന് കര. പാവം അങ്ങ് വെങ്ങി പൊട്ടുക. എവിടെ നിന്നാണോ കണ്ണുനീര് വരുന്നതെന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല. അവന് ഭയങ്കര അഭിനയിക്കാൻ പഠിക്കണ, അത് സംബന്ധിച്ച് കൊടുക്കുന്നു. പുള്ളിക്ക് അമ്മയും പെങ്ങളും ഇല്ലേ എന്ന് ചോദിച്ചാൽ ഈ നന്മമരത്തിൻ്റെ അമ്മയും പെങ്ങളും വീട്ടിലുണ്ടോ ഇല്ലയോ എന്ന് ചോദിക്കുന്ന രീതിയിലുള്ളൊരു വീഡിയോ ഞാനിപ്പോൾ ഒന്ന് കാണിച്ചു തരട്ടെ. കണ്ടേച്ച് ഈ അമ്മയും രേണു എടുത്തത് രേണുവിൻ്റെ അക്കൗണ്ട് ഇട്ടിട്ടുള്ളതാണ്. ഇവനൊക്കെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. ഈ നന്മമരത്തിൻ്റെ ഇത് കാണിക്കുക. അമ്മയും പെങ്ങളും ഉള്ള, അമ്മയും പെങ്ങൾക്കും കാണാൻ പറ്റിയ വീഡിയോസൊക്കെ ഈ ചേട്ടായി ചെയ്യുന്ന നമുക്കൊന്ന് കാണണ്ടേ? കാണിക്കാൻ കൊള്ളുകയില്ല, എന്നാലും കുറച്ചൊക്കെ ഞാനൊന്ന് കട്ട് ചെയ്തായിരിക്കും കാണിക്കുന്നത്. ഇതാണ് ഈ അമ്മയും പെങ്ങളെയും ഉണ്ടോയെന്ന് ചോദിച്ച ഒരു അമ്മയും പെങ്ങളും ഉള്ള ഒരു ചേട്ടായി കാണിക്കുന്ന പരിപാടിയാണിത്. അമ്മയും പെങ്ങളും പോയിട്ട് നമ്മുടെ ഈ കേരളത്തിൻ്റെ അപ്പുറത്തുള്ളവർക്ക് പോലും കാണാൻ കൊള്ളുകയില്ലാത്ത നാറിയ തരമാണ് ഇവൻ കാണിച്ചു വെക്കുന്നത്. അത്രയ്ക്കൊരു നാറിയാണ് ഇവന് പെണ്ണുങ്ങളെയും കൊണ്ട് റീൽ എടുക്കുമെന്നും പറഞ്ഞുകൊണ്ട് ആഭാസമാണ് എനിക്ക്. എന്നിട്ട് അത് പറയുന്നവർ ഇവൻ ചീത്ത വിളിക്കാനാണ് വരുന്നത്. അവൻ കാണിക്കത്തേട്ട് ഇവന് അമ്മയും പെങ്ങളും ഉണ്ടെന്ന് ചോദിച്ചാൽ ഇവൻ്റെ അമ്മയുടെ പ്രായമുള്ള ഒരുത്തെ വെച്ച് കാണിക്കാൻ നമുക്കൊന്ന് കാണാം. ചന്തേരും ചൊണ്ടി ചിറത്താരം കുത്താനൊരു മുത്തുണ്ടോ, ചെമ്പൂവേ പൂവേ നിറമാനത്തെ ചെണ്ടേലൊരു വണ്ടുണ്ടോ, ചാന്തേരും ചൊണ്ടി ചെറുത്താരം മുത്താനൊരു മുത്തുണ്ടോ. ഈ അമ്മയുടെ പ്രായമുള്ളവരെ ഇവൻ പൊക്കിയെടുക്കുന്നതൊക്കെ ഉണ്ട്. അതൊന്നും ഞാൻ കാണിച്ചിരുന്നില്ല. വേറെ ഒരു സീനൂടെ കാണിച്ചിട്ട് നമുക്ക് നിർത്താം. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെയൊക്കെ വന്ന് കരയുന്നവനൊക്കെ ഉണ്ടല്ലോ, കമൻറ്റ് ചേട്ടായി സപ്പോർട്ട് ചെയ്തില്ലോ, ചേച്ചീനെ ചേട്ടായിക്ക് തോന്നിയില്ലോ സപ്പോർട്ട് ചെയ്യാൻ എന്നും പണ്ട് വെങ്ങിപ്പൊട്ടുന്ന കുറേ കമൻറ്റ് ഇടുന്നവരുണ്ട്. അവരൊക്കെ ഒന്ന് കാണും. ചേച്ചിയെ സപ്പോർട്ട് ചെയ്യുന്ന ചേട്ടായുടെ ഗുണവിധാരം.
അതിലോലമോദിയ കൈ നുണഞ്ഞൻ കണ്ടല്ലോ, ഇതൊക്കെയാണ് ചേട്ടായിയുടെ ലീലാവിലാസങ്ങൾ. ആ വീഡിയോ എടുക്കുന്നവർ അവിടെ നിന്ന് അടിക്കുന്ന ഡയലോഗൊക്കെ കേൾക്കണം. കട്ട് പറയാൻ അവർ പറയുന്നുണ്ട്, കാര്യം പരിധി വിട്ട് പോകുന്നു എന്നൊക്കെ. പക്ഷേ എവിടെയാണെങ്കിലും ചേട്ടായിക്ക് പരിധി വിട്ട് പോലൊന്നും കുഴപ്പമൊന്നുമില്ല. ഈ ഒരു നാറിയാണ് കരഞ്ഞ് പെങ്ങളുട്ടിയെ സപ്പോർട്ട് ചെയ്യാൻ വന്നിരിക്കുന്നത്. ഈ പെങ്ങളുട്ടിയെ സപ്പോർട്ട് ചെയ്യാൻ വന്നവൻ്റെ കഥ ഇതാണ്. എന്നിട്ട് ഇവൻ അമ്മയും പെങ്ങളും ഉണ്ടോ എന്ന് ചോദിച്ചേക്കുന്നു നാട്ടിലുള്ളവർക്കൊക്കെ. അമ്മയും പെങ്ങളും ഉണ്ടോയെന്ന് ഇപ്പം മനസ്സിലായോ? അമ്മയും പെങ്ങളും ഉള്ള തരമാണോ ഇവൻ കാണിക്കുന്നത്? ഇവനെയൊക്കെ വന്ന് പറയുമ്പോൾ ഇവനൊക്കെ എന്നതാ തെറി വിളിക്കേണ്ടതെന്ന് പറയാം. ഇവൻ സപ്പോർട്ട് ചെയ്യാൻ വന്നപ്പോൾ ഇവനെ തെറി വിളിച്ചെന്നും പറഞ്ഞുകൊണ്ടാണ് ഇവൻ വന്ന് ഇവൻ പറയുന്നത്. നമുക്ക് ബാക്കി കുറച്ചും കൂടെ കേൾക്കാം. എക്കാലും വന്ന് കരഞ്ഞല്ലേ, നമുക്കൊന്ന് കാണിച്ചപ്പോൾ അവൻ രേണുസുതി എടുത്തിട്ടുണ്ട് അക്കൗണ്ടിൽ. ഏട്ടായിയുടെ സങ്കടങ്ങളൊക്കെ രേണുസുതി കാണിക്കുന്നുണ്ട്. എന്നാലും ഏട്ടായിയുടെ ഈ സങ്കടങ്ങൾ നമുക്കൂടെ ഒന്ന് ബാക്കി എന്നതാ ഏട്ടായി പറയുന്നതെന്നൊന്ന് കേൾക്കാം. വന്നിങ്ങനെ തെറി പറയാം ഇല്ലേ? എന്തിനെങ്ങനെ തെറി വിളിക്കുന്നത്? ഒരു മനസ്സാക്ഷിയില്ലേ? രേണുസുതിയെ വിറ്റിവിടെ എന്തോരം ബ്ലോഗർമാർ, എന്തൊരു ചാലുകാർ വിൽക്കേണ്ടത്. റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന തെണ്ടികളൊക്കെ ആ കുട്ടിയെ പിടിച്ചിട്ടിട്ട് എന്തോരം റിയാക്ഷൻ വീഡിയോ ചെയ്യേണ്ടെന്നറിയാം. ആ കുട്ടിക്ക് ഒരു പിണക്കുമില്ല അവരോടൊന്നും, റിയാക്ഷൻ വീഡിയോ ചെയ്തോട്ടെ എന്നുള്ള രീതിയിലാണ്. എന്നിട്ട് അതിനെ കമന്റ് ഇട്ട് കൊല്ലുക. സപ്പോർട്ട് ചെയ്ത് എന്നെ ആരോട് പറയും? അത് പറ, സപ്പോർട്ട് ചെയ്ത് നിന്നെ തെറി വിളിച്ചു നീ ആദ്യം പറ, അതാണ് പറയേണ്ടത്. അല്ലാതെ അതിനെ കമന്റിട്ട് കൊല്ലുന്നത്. പിന്നെ വിൽക്കാനായിട്ട് എന്താ അടയ്ക്കായോ? രേണുവിൻ്റെ അടുത്ത് വിൽക്കാനായിട്ട് അടയ്ക്കാവൊന്നും അല്ലല്ലോ. രേണു ഒരു മനുഷ്യനല്ലേ. പിന്നെ ഒരു കാര്യമായിട്ട് ചോദിച്ചിട്ടെ, റിയാക്ഷൻ വീഡിയോക്കാർ എടുത്തിട്ട് പറയുന്നെന്ന് പറഞ്ഞല്ലോ. രേണുവിനെ മാത്രമല്ലേ പറയുന്നുള്ളൂ, അല്ലാതെ എത്രയോ നടിമാർ അഭിനയിക്കുന്നു, എത്രയോ ആൾക്കാർ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നു. ഈ ഇതുപോലുള്ള തോന്നിവാസങ്ങൾ കാണിക്കുന്നവർ മാത്രമല്ല. ഞാൻ പമ്പ എടുത്ത് റിയാക്ട് ചെയ്തിട്ടുണ്ട്. ഇവനെ അഭിലാഷ 2-3 പ്രാവശ്യം എടുത്ത് റിയാക്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അലനെ എടുത്ത് റിയാക്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് പേരെ ഇങ്ങനെയൊക്കെ തോന്നിവാസം കാണിക്കുന്നത് എല്ലാം എടുത്ത് ഞാൻ റിയാക്ട് ചെയ്തിട്ടുണ്ട്. അത് ട്രാൻസ്ജെൻഡർ ആണെങ്കിൽ പോലും ഞാൻ എടുത്ത് റിയാക്ട് ചെയ്തിട്ടുണ്ട്. കാര്യം എന്നാന്ന് ചോദിച്ചാൽ അത്രയ്ക്കുള്ള അഴിഞ്ഞാട്ടവും വൃത്തികളുമാണ് കിടന്നത്. പിന്നെ ഇത് ഇഷ്ടപ്പെടുന്ന കുറേ ആൾക്കാരുണ്ട് കേട്ടോ. അതെനിക്ക് വീഡിയോ ചെയ്യുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. നിങ്ങൾ എന്നത്തിന് അവരെ എതിർക്കുന്നത്, അവർ കാണിച്ചോട്ടെ. കാര്യം അത് കാണാനായിട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് കേട്ടോ. ഇഷ്ടമായതുകൊണ്ടാണ് അത് കാണിച്ചോട്ടെ എന്നും വേണ്ടി വരുന്നത്. ഈ ഇഷ്ടമായവരൊക്കെ ഉണ്ടല്ലോ, അവനോട് എന്നു പറഞ്ഞാൽ അവൻ്റെ അക്കൗണ്ടിലോട്ട് ഉണ്ടാക്കാൻ പറയുന്നതൊക്കെ പബ്ലിക്കിലേക്ക് ഇടരുതെന്ന് പറയണം. അപ്പോൾ പിന്നെ ആരും റിയാക്ട് ചെയ്യാൻ വരത്തില്ല. അവിടെ കിടന്ന് നിങ്ങൾക്കും പോയി ആ ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം. പിന്നെ നിങ്ങൾ തന്നെ ഇരുന്ന് കാണല്ലേ, വീട്ടിൽ മക്കളെയും ഭാര്യയും പിന്നെ അമ്മയൊക്കെ ഉണ്ടെങ്കിൽ അവരെല്ലാവരും കൂടെ വിളിച്ചിരുത്തി ഇഷ്ടപ്പെട്ടവരൊക്കെ അതൊക്കെ ഒന്ന് കാണാവുള്ളൂ കേട്ടോ. അന്നേരം നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെടുകയുള്ളൂ, ഒന്നും കൂടെ ഒന്ന് ഇഷ്ടപ്പെടുകയുള്ളൂ. ഒറ്റയ്ക്ക് ഇരുന്ന് കാണാൻ നിൽക്കരുത്. കുറേ എണ്ണങ്ങളുണ്ട് ഇതുപോലെ നാറികൾ. കാര്യം എന്നാന്ന് ചോദിച്ചാൽ ഇങ്ങനെയുള്ള വീഡിയോയ്ക്ക് ഇത്രയും സപ്പോർട്ട് നിൽക്കുന്ന കുറേ രണ്ടും കെട്ട മനുഷ്യരുണ്ട്. അവർ പറയുന്നത് അവർ ചെയ്തോട്ടെ, നിങ്ങൾ എന്നതിനെ അവരെ എതിർക്കുന്നത്, അവർ ജീവിച്ചോട്ടെ എങ്ങനെയും അവരെങ്ങനെയില്ല. അപ്പം ഇങ്ങനെ ജീവിക്കാൻ നിങ്ങളുടെ കുടുംബത്തുള്ളവരെ നിങ്ങൾ വിടുമോ? അത്രയേ ഞാൻ ചോദിക്കുന്നുള്ളൂ. നിങ്ങളുടെ ഭാര്യയെ നിങ്ങൾ വിടുമോ? അല്ലെങ്കിൽ നിങ്ങളുടെ മക്കളെ വിടുമോ? അല്ലെങ്കിൽ നിങ്ങളുടെ അമ്മ പെങ്ങൾ ഇവരെ ആരെങ്കിലും നിങ്ങൾ ഇങ്ങനെ ജീവിക്കാൻ വിടുമോ? ഇനി നിങ്ങൾക്ക് ഇത്രയ്ക്ക് ഇവരെ ഇഷ്ടമുള്ളവരാണെങ്കിൽ പുള്ളി നായകന്മാരെ തേടിക്കൊണ്ടിരിക്കുക, അഭിലാഷിനെ കൊണ്ട് കൊടുക്കുക. ഇന്നാ ചേട്ടൻ ഞങ്ങളും ആസ്വദിക്കുന്ന ഇതൊക്കെ ചേട്ടൻ ഇവരെയും കൂടെ വെച്ചങ്ങ് ആസ്വദിക്കാൻ പറയും. ഇതിനൊക്കെ ഇതിൽ കൂടുതൽ എന്നതാ മറുപടി പറയേണ്ടത്? ഒത്തിരി പേര് ഇവരെയൊക്കെ വെറുതെ വിട്ടുകൂടെ എന്നും പറഞ്ഞുകൊണ്ട് അവർക്ക് ഇഷ്ടമുള്ളത് ചെയ്യട്ടെ എന്നും പറഞ്ഞുകൊണ്ട് എത്ര പേരെന്നറിയാം നന്മമരങ്ങളായിട്ട് ഇങ്ങോട്ട് വരുന്നത്. പിന്നെ റിയാക്ഷൻ മീഡിയക്കാരെ കുറ്റം പറയുന്നുണ്ട്. ഞാൻ ഒറ്റ കാര്യമേ ചോദിക്കുന്നത്, ഇവനോട് തന്നെയാണ് ചോദിക്കുന്നത്. റിയാക്ഷൻ മീഡിയക്കാർ ഒരു തുണിയില്ലാതെ വന്നിരുന്ന് വീഡിയോ ചെയ്യുന്നില്ല, നാണക്കേട് തോന്നിയിട്ട് കാണിക്കുന്നതേ പറയുന്നുള്ളൂ. കാണിക്കാത്തതൊന്നും ആരും പറയുന്നില്ല, ചെയ്യുന്ന കാര്യങ്ങളേ ഉള്ളൂ. കാര്യം കുറേ കള്ളത്തരങ്ങൾ മനുഷ്യരുടെ മുന്നിലോട്ട് കൊണ്ടുവന്ന് വെച്ച് പറയുന്നു. പിന്നെ ഈ കൊണ്ടുവരുമ്പോൾ നമ്മളൊരു കാര്യങ്ങൾ കൊണ്ടുവരുമ്പോൾ അതിൻ്റെ എല്ലാ തെളിവുകളും നമ്മുടെ കൈവച്ച് തന്നെയാണ് നമ്മളത് റിയാക്ട് ചെയ്യുന്നത്. അല്ലാതെ കിച്ചുവിനെ റിയാക്ട് ചെയ്യാൻ വരുന്ന പോലെ അല്ല ആരും. കിച്ചുവിനെ റിയാക്ട് ചെയ്യാൻ വരുന്നവരല്ല എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അവർക്കൊന്നും അറിയത്തില്ല. കിച്ചു എന്ന് പറഞ്ഞൊരു വ്യക്തിയെ ഫോട്ടോ കാണിച്ചാൽ കിച്ചുവിനെ അറിയാമെന്ന് പറഞ്ഞ് വരുന്നവരായിക്കോട്ടെ, അവർ നമ്മളൊരു ഫോട്ടോ കാണിച്ച് ഇത് ആരാന്നറിയാം അറിയത്തില്ലെന്ന് പറയും. അത് കിച്ചുവിൻ്റെ ഫോട്ടോ തന്നെയായിരിക്കും. അങ്ങനെ പോലും അറിയാൻ പറ്റത്തിനാണ് റിയാക്ട് ചെയ്യുന്നത്. അങ്ങനെ പോലും അറിയാത്തവരാണ് ഒന്ന് റിയാക്ട് ചെയ്യുന്നത്. ഒരു കൊച്ച് അതിൻ്റെ വിഷമം അതിൻ്റെ സങ്കടം ഒന്ന് പറഞ്ഞു പോയി, അതിന് എന്നതെല്ലാമാണ് കേൾക്കുന്നത്. അതിന് ഈ കണക്ക് അത് പറയാതിരുന്നത് എന്തുകൊണ്ടാണെന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ. പിന്നെ വേറെ എനിക്കൊരു സംശയം എന്ന് പറഞ്ഞാൽ ഈ കമൻറ്റ് നെഗറ്റീവ് കമൻറ്റ് ഇടുന്നവർക്ക് മൊത്തം അക്ഷരത്തെറ്റാണ് വരുന്നത്. അതെന്നാന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. രേണു ഇടുന്നതിനും അക്ഷരത്തെറ്റാണ്, ഭയങ്കര അക്ഷരത്തെറ്റാണ്. രേണു ഏത് കമൻറ്റ് ഇട്ടാലും അത് വായിച്ചെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് മലയാളം ആയിക്കോട്ടെ, ഇംഗ്ലീഷ് ആയിക്കോട്ടെ, മംഗ്ലീഷ് ആയിക്കോട്ടെ, എന്നതാണേലും വായിച്ചെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ കമൻറ്റ് ഇടുന്നവർക്കും ഇങ്ങനെ വരുന്നു, രേണുവിനും ഇങ്ങനെ വരുന്നു. എന്തോ എവിടെയോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് മൊത്തത്തിൽ തോന്നുന്നു. അതായിരിക്കാം. എന്നാൽ ഇത്രയും ഐഡിയ ഒക്കെ എങ്ങനെ ഉണ്ടാക്കുന്നത് എനിക്കറിയാമല്ല. ഇനി പലരെ കൊണ്ട് എടുപ്പിക്കുന്നതായിരിക്കാം. എന്നാണേലും എന്നെ ഐഡിയ എടുത്താലും മുകളിൽ ഒരുത്തൻ ഇരിപ്പുണ്ട്.
എല്ലാ സത്യങ്ങളും അറിയാവുന്ന ഒരുത്തൻ മുകളിൽ ഇരിപ്പുണ്ട്. ആ ഒരാൾ ഒരിക്കലും ഒന്ന് കണ്ണ് തുറക്കുമ്പോഴാണ് മോളെ ഇനിയും കിടക്കുന്നത് ഓരോന്നും വരെ ഓരോരുത്തരും വന്ന് കമൻറ്റ് പറയുന്ന കാര്യങ്ങൾ കേൾക്കണം കേട്ടോ. ഇവരുടെ അടുത്ത് താമസിച്ചിരുന്നത് ശ്രുതി ജീവിച്ചിരുന്നപ്പോൾ ഉള്ള കാര്യങ്ങൾ എന്നതൊക്കെയാണെന്നറിയാം. അവരൊക്കെ നമ്മളോട് വന്ന് ഇൻബോക്സ് വന്നാണെങ്കിലും ഒക്കെ പറയുന്നത് കേൾക്കണം. പിന്നെ നമ്മൾ അവരുടെ കഴിഞ്ഞു പോയ കാര്യങ്ങളെപ്പറ്റി ചെയ്യാനൊന്നും നമ്മൾ പോകുന്നില്ല. ഇപ്പം നടക്കുന്ന കാര്യങ്ങൾ ഇനി ദൈവമേ എനിക്ക് വയ്യ. പ്ലെയിൻ ഇറങ്ങി കഴിയുമ്പോഴത്തേക്ക് ഇങ്ങോട്ട് എന്നതായിരിക്കും എയർപോർട്ടിലോട്ട് വന്നു കഴിയുമ്പോഴത്തേക്ക് ചാകരയായിരിക്കും. ചാകര കാര്യം റിയാക്ഷൻ പിടിയക്കാർക്ക് ചാകരയായിരിക്കും. ചിലപ്പോൾ ഒന്നും മിണ്ടാതെ പോകാനും സാധ്യതയുണ്ട് കേട്ടോ. ചിലപ്പോൾ ഒന്നും മിണ്ടാതെ പോകാൻ സാധ്യതയുണ്ട്. എല്ലാം ഒന്ന് ആലോചിച്ച് പറയാതെ വിചാരിക്കും. ചിലപ്പം വായി വരുന്നത് എന്നതൊക്കെയാണെന്നുള്ളത് പശ്ചാത്തലം അറിയാം. എന്നാണെങ്കിലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. മറ്റൊരു വീഡിയോയിലൂടെ മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് കാണാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം. ഞാൻ പറയുന്നതിൽ എന്നേലും നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് വേറെ എന്നേലും ഇതാണ്, നിങ്ങൾക്കത് അങ്ങനല്ല എന്ന് നിങ്ങൾക്ക് തെളിവ് സഹിതം നിങ്ങളുടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് എന്നോട് പറയാം. നിങ്ങൾ ആ പറഞ്ഞ കാര്യം ശരിയല്ല, അത് തെറ്റാണ്, അതങ്ങനല്ല, നിങ്ങൾക്കത് എവിടെയോ മിസ്റ്റേക്ക് പറ്റി, അങ്ങനെ നിങ്ങൾക്ക് ധൈര്യമായിട്ട്. പിന്നെ സത്യമല്ലാത്തൊരു കാര്യത്തിന് എൻ്റെ അടുത്ത് സംസാരിക്കാൻ വന്നാൽ ഞാനും വിട്ടുകൊടുക്കുകയില്ല. അത് ഉറപ്പുള്ള കാര്യമാണ്. സത്യമല്ലാത്തൊരു കാര്യത്തിന് സത്യം നമുക്കറിയാം, അത് മറച്ച് വെച്ചുകൊണ്ട് നെഗറ്റീവായിട്ട് വന്ന് പറയാൻ വന്നാൽ ഞാനും വിട്ടു കൊടുക്കത്തില്ല. തിരിച്ചതുപോലെ തന്നെ കമൻറ്റ് കിട്ടും. മറ്റൊരു വീഡിയോയിലൂടെ മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് കാണാമേ.